നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ കരഞ്ഞു മെഴുകി ആ 9 പേരും ഇതാ ജയിലിന് പുറത്തേക്ക് വരികയാണ്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ച മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. ഡയറക്ടറേറ്റ്, അതായത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 9 പ്രതികൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കേസിൽ കഴിഞ്ഞ 66 ദിവസങ്ങളായി പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യവും കേസിന്റെ അന്വേഷണവും നിലവിൽ അവസാന ഘട്ടത്തിലെത്തിയതും കണക്കിലെടുത്താണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. മാത്രവുമല്ല, അതേസമയം കേസിലെ പ്രധാന വകുപ്പായ വധശ്രമ കുറ്റം പ്രഥമ ദൃഷ്ടിയ പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് കേസിലെ പ്രോസിക്യൂഷൻ വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതികളുടെ നടപടി അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണെന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തു. നേരത്തെ കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ 2 വട്ടമാണ് സെഷൻസ് കോടതി തള്ളിയത്. തുടർന്നാണ് പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതിഭാഗത്തിനായി മുൻ കേരള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി, മുൻ അഡ്വക്കേറ്റ് ജനറൽ AG ഗോപാലകൃഷ്ണൻ കുറുപ്പ്, മുതിർന്ന ക്രിമിനൽ അഭിഭാഷകരായ വിജയ ഭാനു, അതുപോലെ തന്നെ S രാജീവ് അടക്കമുള്ള പ്രമുഖ നിയമവിദഗ്ധരും വൻ നിര തന്നെയാണ് കോടതിയിൽ ഹാജരായത്. അതേസമയം പ്രതികളുടെ ജാമ്യാപേക്ഷയെ അതിശക്തമായ ഭാഷയിലാണ് ED കോടതിയിൽ എതിർത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം കേന്ദ്ര ഏജൻസിക്ക് നേരെ നടന്ന സംഘടിതവും ആസൂത്രിതവുമായ ആക്രമണമായിരുന്നുവെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. സംഭവത്തെ കേവലം ഒരു സാധാരണ ക്രമസമാധാന പ്രശ്നമായോ പെട്ടെന്നുണ്ടായ ജനരോക്ഷമായോ കാണാനാകില്ലെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപരമായ അന്വേഷണം തടസ്സപ്പെടുത്തുക, ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക എന്നീ കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കൊച്ചി ED അസിസ്റ്റന്റ് ഡയറക്ടർ V സനാഥ് റെഡ്ഡി ഒപ്പുവെച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ED തങ്ങളുടെ വാദങ്ങൾ വ്യക്തമാക്കിയത്. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജീവഭയം വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവർ ഈ കാര്യങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ നടക്കുന്നത് അത്രയും നല്ല കാര്യങ്ങളല്ല എന്ന് തന്നെയാണ് ED പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 66 ദിവസമായി ഇവരെല്ലാവരും ജയിലിൽ തുടരുകയാണ്. ഈ സാഹചര്യം നിലനിന്ന് പോവുകയാണെങ്കിൽ ഇനിയും ഇവർ ജയിലിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് കരുതുന്നത്. എന്നാൽ അവസാന നിമിഷം ഈ ഒരു കേസ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കൊലപാതക ശ്രമം ഒന്നും തന്നെ നടക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജീവാപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് പ്രതികൾ എത്തിയതെന്ന് ED ആരോപിച്ചു. നിലവിലെ സാഹചര്യത്തിൽ വാഹനങ്ങൾ തടഞ്ഞിർത്തുകയും ഉദ്യോഗസ്ഥരെ വധിക്കാൻ ആഹ്വാനം ചെയ്യുകയും കല്ലെറിയുകയും സർക്കാർ വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഘം ED ഉദ്യോഗസ്ഥർക്ക് പുറമെ ഒപ്പമുണ്ടായിരുന്ന CRPF അംഗങ്ങളെയും പോലീസുകാരെയും ആക്രമിക്കുകയും ED കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. പരിശോധനയോട് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനപരമായിരുന്നില്ല ഇതെന്ന് ED വ്യക്തമാക്കുന്നു. രാവിലെ ആരംഭിച്ച പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് സംഘടിച്ചെത്തിയ പ്രകടനക്കാർ ആക്രമണം നടത്തിയത്. പരിശോധന തുടങ്ങിയ സമയത്തിനും ആക്രമണം നടന്ന സമയത്തിനും ഇടയിലുണ്ടായ ദീർഘസമയം പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിനും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് ED വ്യക്തമാക്കിയത്. പ്രതികളുടെ കൂട്ടായ്മയുള്ള നീക്കങ്ങൾ വ്യക്തമാകുന്നു. ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കുന്നുണ്ടെന്നും ED കോടതിയിൽ വാദിച്ചു. ആക്രമണത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ മാധ്യമങ്ങളിൽ വന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടത്തിയതെന്നും കൃത്യമായ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു. അറസ്റ്റ് നടപടികൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും വധശ്രമത്തിനുള്ള വകുപ്പുകൾ അനാവശ്യമായി ചുമത്തപ്പെടുകയായിരുന്നു എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഭാഗികമായി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി വധശ്രമ കേസ് നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചതും ജാമ്യം അനുവദിച്ചതും. 66 ദിവസത്തെ നീണ്ട റിമാൻഡ് കാലാവധിയും കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണെന്നും പരിഗണിച്ചാണ് ഹൈക്കോടതി കർശന ഉപാധികളോടെ 9 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത്. വധശ്രമ കുറ്റം ഒഴിവാക്കപ്പെട്ടത് അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായെങ്കിലും പ്രതികൾക്കെതിരെയുള്ള ഗൗരവകരമായ മറ്റ് വകുപ്പുകളിൽ അന്വേഷണം തുടരാൻ EDക്ക് സാധിക്കും.